ഏറ്റവും ആദ്യം വേണ്ടത് ഈ 300 രൂപ വേഗം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന കാര്യം 300ഉം 600ഉം 10,000ഉമാണ് അടിയന്തര സഹായം എന്ന് പ്രഖ്യാപിച്ചത്. 14 ദിവസമായിട്ടും അടിയന്തര ധനസഹായം എന്തുകൊണ്ട് എത്തുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതുപോലെ ഈ വീടുകളുടെ കാര്യത്തിൽ അത് ഈ അധികം ദൂരേക്ക് പോകാനുള്ള പറഞ്ഞ ഒരു കാര്യം. പിന്നെ ഈ 21 പേർ ഒറ്റയ്ക്കായി 21 പേരുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ആരാണ് അവരുടെ കൂടെ താമസിക്കുക? അത് ആലോചിക്കേണ്ടി വരുമെന്ന് പറയുന്നു. അത് പക്ഷേ ആലോചിക്കേണ്ട സമയമായില്ലേ? അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുകയാണ്. അതൊന്ന്. പിന്നെ ഈ ലോണുമായി ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ചർച്ചയിൽ തന്നെ നമ്മുടെ വാർത്തയിൽ തന്നെ ഒരാൾ ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞല്ലോ, ബജാജ് ഫിനാൻസ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ സേഫ് ആണോ എന്ന് ആദ്യം വിളിച്ച് ചോദിക്കുന്നു. സേഫ് ആണെന്ന് പറഞ്ഞ ഉടനെ പൈസ അടയ്ക്കണം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയുന്നു. അങ്ങനെ പലർക്കായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കേരള ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ജസ്റ്റ് സന്തോഷകരമായ കാര്യം, സമാധാനം, ആശ്വാസം നൽകുന്ന കാര്യം. പക്ഷേ അവിടെ നിന്ന് ലോൺ എടുത്തവരെല്ലാം ഭൂരിഭാഗവും ഈ പറഞ്ഞ മാതിരി വാഹനത്തിന് ലോൺ എടുത്തവർ, വീടിന് ലോൺ എടുത്തവർ ഒക്കെയുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ ലോണുകൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ ഒരു കൂട്ടായ തീരുമാനം സർക്കാർ തന്നെ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഈ മേഖലയെ സുരക്ഷിതമല്ല എന്ന് എഴുതി കഴിഞ്ഞു അല്ലേ? ചൂരൽമലയിൽ പൂർണ്ണമായ തകർന്ന വീടുകൾ. ഈ പാടിയിൽ കഴിയുന്നവരുടെ വേറെ സംവിധാനം ഒരുക്കുമെന്ന് പറയും. പക്ഷേ പാടിയിൽ കഴിയുന്നവർ തന്നെ അവർ കുറച്ച് സ്ഥലം മേടിച്ചൊക്കെ തറ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടേത് വീടിൻ്റെ നഷ്ടമായി തന്നെ കണക്കാക്കിക്കൊണ്ട് അവർക്ക് വീട് കൊടുക്കുമോ? അപ്പോൾ അവരുടെ എണ്ണം ഈ എണ്ണത്തിൽ വന്നിട്ടുണ്ടോ? അതൊരു പ്രശ്നമാണല്ലോ. പിന്നെ ഈ ചൂരൽമലയിൽ തന്നെ ഒരു തകർച്ചയും സംഭവിക്കാത്ത അപ്പുറത്തുള്ള വീടോടെ തന്നെ നിൽക്കുന്നുണ്ട്, അവിടെ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവിടെ യോഗ്യമല്ലാത്ത സ്ഥലമാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് മാറണ്ടേ? അപ്പോൾ അവരെയും കൂടി ഈ നഷ്ടത്തിൽ, ദുരന്തത്തിൻ്റെ ഭാഗമായി കാണുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിലവിലെ കണക്കുകളല്ല, 1762 അങ്ങനെ എന്തോ ആണ് വീടുകളുടെ കണക്ക്. ആ കണക്കല്ല, അപ്പോൾ അതിലപ്പുറത്തേക്ക് കണക്കിലേക്ക് വരും. ആ കണക്കുകളൊക്കെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എത്രയും വേഗം എന്നുള്ളതാണ്. ഇപ്പോൾ സ്ഥിരം വീടുകളുടെ കാര്യത്തിലും സുരക്ഷിതമായ സ്ഥലമാണോ എന്നുള്ള കാര്യത്തിൽ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കുക എന്ന് പറയുന്നു. നല്ല കാര്യം. ആ സുരക്ഷിതമായ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ അതിലും വേഗത്തിൽ വേണ്ടതാണ് വാടക വീടുകൾ. അതിനി വൈകിക്കൂടാ. ക്യാമ്പുകളിൽ നിന്നുകൊണ്ട് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരായി അവർ പുറത്തേക്ക് വരരുത്. അപ്പോൾ വേഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആദ്യം ആ 300 രൂപ അതൊന്ന് കൊടുക്കും. Meet the editors.